ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് വെള്ളക്കടല കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 ഗ്ലാസ് കടല, അതായത് വെള്ളക്കടലില്ലേ, അതാണ് കേട്ടോ വെള്ളത്തിലിട്ട് വെച്ചേക്കായിരുന്നു തലേ ദിവസം. അത് കഴുകി വാരി എടുത്തതാണ്. ഇനി നമുക്കൊരു കുക്കർ എടുത്തിട്ട് ഇത് കഴുകി വാരിയത് അതിലേക്ക് ഇടാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ഇട്ടേക്കണത്. ഇനി പാകത്തിന് വെള്ളം ഒഴിക്കണം. അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് കുക്കർ അടച്ച് വെച്ച് ഞാൻ 4 വിസിലാണ് കേട്ടോ കേൾപ്പിക്കാൻ പോണത്. കുക്കർ അടച്ച് വെച്ചിട്ട് 4 വിസിൽ കേൾപ്പിച്ചു. അങ്ങനെ അത് മാറ്റി വെച്ചു. എന്നിട്ട് ഞാനൊരു പാത്രം, അതായത് ചീനച്ചട്ടി എടുത്തു. ചെറിയൊരു ചീനച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഓയിലോ എന്ത് വേണമെങ്കിലും ഒഴിക്കുക കേട്ടോ. അത് ഒഴിക്കുക. എന്നിട്ട് അതൊന്ന് ചൂടാവണം. ചൂടാവുമ്പോൾ ഒരു 3 ഏലക്കായ ഇട്ട് കൊടുക്കുക. ആ 3 ഏലക്കായ, ഒരു പട്ട, ഒരു 5-6 ഗ്രാമ്പു അതും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ചൂടായി ഏലക്കായൊക്കെ ഒന്ന് പൊട്ടണ വരെ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതെല്ലാം ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയുടെ ഇത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 5-6 വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതാണ്, അതും ഇട്ട് കൊടുക്കാം. അതൊന്ന് വാടി വരുമ്പോൾ നമുക്ക് ഒരു സവോള അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഈ സവോള നന്നായിട്ട് വാടണം കേട്ടോ. കണ്ടില്ലേ? ഈ സവോള നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറുമ്പോൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് ഇത് അരച്ചെടുക്കണം. ഞാൻ ഇങ്ങനെ ചെയ്യണുള്ളൂ. ചുമന്ന കടലയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ കുറച്ച് കടലയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കും. അപ്പോഴും നന്ന കുഴപ്പമാണ്. വെള്ളക്കടലയാകുമ്പോൾ ഞാൻ അത് ചെയ്യില്ല, കടല കൂട്ടാറില്ല കേട്ടോ. ഇനി നമുക്കൊരു പാത്രം വെച്ചിട്ട്, ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ, ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു എന്നുള്ളൂ. ഇനി നമുക്ക് ഒരു 1.5 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടണം. നമുക്ക് കടുക് നന്നായിട്ട് പൊട്ടണ വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. കടുക് ഒരുവിധം പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് അതൊന്ന് പൊട്ടണം. അതൊക്കെ ഒന്ന് വാടി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, അതായത് പിരിയമുളകിൻ്റെ പൊടിയാണ് ഇട്ടേക്കുന്നത്, അതിട്ട് കൊടുത്ത് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടലയില്ലേ, ആ കടല ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കടല നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഉടഞ്ഞിട്ടില്ല എന്നുള്ളൂ, നന്നായിട്ട് വെന്ത് പാകമായിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? എന്നിട്ട് ഈ കടല നന്നായിട്ടൊന്ന് തിളയ്ക്കണം. നമുക്കൊരു 5 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണ വരെ വെയിറ്റ് ചെയ്യാം. നോക്കിയാൽ കടല നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? ഇനി നമുക്ക് ഇത് ഇപ്പോൾ ഒരുവിധം തിളച്ച് വരണുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു 10 മിനിറ്റ് നേരം അടച്ച് മൂടി വെച്ച് ഇത് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ ഞാൻ 10 മിനിറ്റ് നേരം അടച്ച് മൂടി വെച്ചതാണ്. അപ്പോൾ നോക്കി നന്നായിട്ടൊന്ന് കുറുതായി വരുന്നുണ്ട്. ചാറ് നല്ല കൊഴുപ്പുണ്ട് കേട്ടോ. പ്രത്യേകം പറഞ്ഞേക്കണേ, വെള്ളക്കടല ആയതുകൊണ്ടാണ് ഞാൻ അരച്ചപ്പോൾ കുറച്ച് കടലെടുത്ത് അരക്കാഞ്ഞത്. ചുവന്ന കടലയാണ് നമ്മൾ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിന് കുറച്ച് കടലയും കൂടി ഇടും കേട്ടോ. എനിക്ക് ഈ വെള്ളക്കടലയ്ക്ക് ആകുമ്പോൾ കൊഴുപ്പുണ്ട്. ഇത് നന്നായിട്ട് ഉടഞ്ഞ കാരണം ഇതിന് നല്ല കൊഴുപ്പുണ്ട്. അത് കാരണമായിട്ട് ഞാൻ കടലയും കൂടി അരച്ചപ്പോൾ എടുക്കാഞ്ഞത്. ഇപ്പോൾ നമ്മുടെ കടലക്കറി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് ഇരുന്ന് കുറുതായിക്കോളും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ കടലക്കറി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് നമുക്ക് പുട്ടിനും അപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്.